കോട്ടയത്ത് അഭിഭാഷകയുടെയും മക്കളുടെയും മരണത്തിൽ കുടുംബം ഇന്ന് പോലീസിൽ പരാതി നൽകും. വിശദമായ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകുക. അച്ഛന്റെയും സഹോദരന്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. ടോബി ജോൺസൺ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ടോബി, നേരത്തെ ഈ കുടുംബ പ്രശ്നങ്ങളാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. എന്താണ് ഇതിൽ ഈ അഭിഭാഷകയുടെ കുടുംബം പറയുന്നത്? എന്താണ് അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ? ഇന്നലെയാണ് മരിച്ച ജിസ്മോൾ എന്ന് പറയുന്ന അഭിഭാഷകയുടെ അച്ഛനും സഹോദരനും വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയത്. ഇന്നലെ നാട്ടിലെത്തിയപ്പോൾ തന്നെ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്. ഇത് വലിയ രീതിയിലുള്ള ഗാർഹിക പീഡനം അനുഭവിക്കേണ്ടി വന്നിരുന്നു ജിസ്മോൾക്ക് എന്നുള്ളൊരു വിവരം ഇന്നലെ അവർ തുറന്നു പറയുകയും ചെയ്തിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. വിവാഹം കഴിഞ്ഞ് 2 മാസമായപ്പോൾ മുതൽ തന്നെ ഭർത്താവിന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചതാണ്. അന്നു മുതൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പലപ്പോഴും ഈ വിഷയം പുറത്തു പറയാതിരുന്നത് മാനക്കേട് ഭയന്നാണ്, അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകേണ്ട, കുടുംബം ശിഥിലമാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ പുറത്തു പറയാതെ സഹിച്ച് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം, അതായത് ഈ മരണം നടക്കുന്നതിന് തലേ ദിവസം ഞായറാഴ്ച അവിടെ എന്തോ വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളൊരു കാരണമാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി നൽകാൻ ഏറ്റുമാനൂർ പോലീസിൽ ഒരു പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് ഏറ്റുമാനൂർ പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഈ സംഭവം നടന്ന വീട്ടിലെത്തി വിശദമായിട്ടുള്ള ഫോറൻസിക് പരിശോധന പോലീസ് നടത്തി. കൂടുതൽ ഇന്ന് ഈ പിതാവിന്റെയും സഹോദരന്റെയും മൊഴി കൂടി വിശദമായി രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ആ മൊഴി കൂടി രേഖപ്പെടുത്തിയാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഏറ്റുമാനൂർ പോലീസ് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഗാർഹിക പീഡനം തന്നെയാണ് ഈ ആത്മഹത്യക്ക് പിന്നിലുള്ളത് എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ഈ ജിസ്മോളുടെ മരിച്ച അഭിഭാഷകയുടെ ബന്ധുക്കൾ പറയുന്നത്. ശരി, ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.